ഇന്നലെ നമ്മൾ അങ്ങനെ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ഇന്നലെ രേണുവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും യൂട്യൂബേഴ്സൊക്കെ അതെടുത്തിടുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിറകെ രേണുവിന്റെ PR ടീം ആയിരിക്കും രേണു ബിഗ് ബോസിലെങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ രേണു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് തങ്ങളുടെ കൂടെ ഇരുന്ന് ഒരാൾ ചതിക്കുകയായിരുന്നു. അത് ആരാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ കേസ് കൊടുക്കണം, നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബ്ലോഗേഴ്സിനിടയിലേക്ക് അയാളത് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രേണു ഉദ്ദേശിക്കുന്നത് മറ്റാരെയുമല്ല, ബിഷപ്പിനെ തന്നെയാണ്. രേണു അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല എന്ന് രേണുവിന്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ബിഷപ്പിനെ തന്നെയാണ്. പക്ഷേ ബ്ലോഗേഴ്സിന് ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത് നമ്മളെ അതിന്റെ ഒരു ഫ്രണ്ട് കൂടിയായ യൂട്യൂബറും കൂടെ ചേർന്നിപ്പോൾ നമ്മുടെ ബിഷപ്പുമായിട്ടൊരു ഇന്റർവ്യൂ ഇട്ടിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം അതിനും അതിന്റെ കൂടെയുള്ള ഫ്രണ്ടിനും കൂടെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തത് ബിഷപ്പാണെന്നാണ് രേണുവിന്റെ ചേട്ടത്തിയുടെയും ഇപ്പോഴത്തെ പുതിയ ആരോപണം. പക്ഷെ അത് അവരുടെ ഒരു ആരോപണം മാത്രമാണ് കാര്യം. പക്ഷെ അത് രേണു ബിഗ് ബോസിലായെന്ന് 90% ഉറപ്പുണ്ട്. രേണുവിന്റെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് അല്ല എന്ന് വരുത്തി തീർക്കാനും ഫ്രണ്ട് ഇട്ട പോസ്റ്റിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ ഇപ്പോൾ രേണുവിന്റെ PR ടീം ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഒരാളെ അയ്യോ അയാൾ നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കുന്ന കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇതെന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചുവിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ അറിയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞാൻ. അതുപോലെ രേണുവിന്റെ സഹോദരിയും പറയുന്നത് പോലെ ബിഷപ്പൊന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഒരു ഊഹം മാത്രമാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമാക്കാൻ കാരണം രേണുവിന്റെ നാക്ക് തന്നെയാണ്. ആ നാക്ക് കൊണ്ട് ആലോചിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ ഓൺലൈൻ മീഡിയാസ് രേണുവിന്റെ പിറകെ നടക്കുകയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ആ ഒരു ഷോ ഓഫ് പോലെ കണ്ണി കാണുന്നതെല്ലാം ഒന്നും ആലോചിക്കാതെ വിളിച്ചു പറയുകയാണ്. ഞാൻ എന്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഉണ്ടാക്കിയ പ്രശ്നം പറയുന്നത് അവര് ആ വീഡിയോയിൽ പറയുന്നുണ്ട് സുധി മരിച്ചത് പോയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അങ്ങനെ മരിച്ചുപോയ ഒരു വിധവയാണെന്ന് നോക്കാതെ എല്ലാവരും കൂടെ 4 വഴിക്കും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സുധിയുടെ വിധവയായിട്ട് രേണു നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതിനോ ആരും അവരെ ഒന്നും തടസ്സപ്പെടുന്നില്ല. പക്ഷെ രേണു തന്നെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിലൂടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഓരോ കുത്സിത പ്രവർത്തികളാണ് മറ്റുള്ളവരെ കൊണ്ട് രേണുവിനെ ഇത് പറയിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ബിഷപ്പിനെ ഈ സമയത്തും ഇങ്ങനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജാതി മത വർഗ ഭേദമന്യേ എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചേർന്ന് കിടക്കുന്ന വസ്തുവിന്റെ ബിഷപ്പിന്റെ കുടുംബ ഓഹരി വലിയ വിലയ്ക്ക് വിറ്റ് തീർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾക്ക് രേണുവിന് ഈ വീട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല ഈ ബിഷപ്പാണ് ഈ വീട് വെച്ച് കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിന് ഫിറോസ് സാറാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നും ആരും അറിഞ്ഞില്ല. കൂടുതൽ ആക്റ്റീവ് അല്ലാതിരുന്ന ആൾക്കാരെല്ലാം കരുതിയത് അന്ന് ഫ്ലവേഴ്സിന് എല്ലാവരും അറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഫ്ലവേഴ്സാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് എന്നാണ് അറിഞ്ഞത്. കാര്യം ആവശ്യമില്ലാതെ ഇപ്പോഴും വീണ്ടും
പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. അപ്പോൾ ആ ബിഷപ്പിന് സ്വന്തമായ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം വേറൊരു എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തോടാണ് അത് ചെയ്തതെങ്കിൽ രേണുവിന് ഒരു 4 സെന്റ് വീട് കൊടുത്താൽ ഇപ്പോൾ 2 സെന്റിലും 3 സെന്റിലും ഇങ്ങനെ ഒരു വീടില്ലാത്തവർക്കൊക്കെ മിക്കവാറും ആൾക്കാർ സൗജന്യമായി വീട് വെച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കഷ്ടതകൾ കണ്ട് അർഹതയുള്ളവരാണെന്ന് കരുതി വീട് വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം അവർക്ക് 4 സെന്റോ 5 സെന്റോ വസ്തുവിൽ കൂടുതൽ കൊടുക്കാറില്ല. ഈ ബിഷപ്പ് അവിടെ 7 സെന്റ് വസ്തു രേണുവിനും മക്കൾക്കുമായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7 സെന്റ് വസ്തുവിന് ഏകദേശം 50 ലക്ഷത്തിന് അടുത്തോളം വിലയുമുണ്ട്. വീടില്ലാതെ തന്നെ ഈ വസ്തുവിന് അത്രയും ലക്ഷത്തോളം വില വരുന്നുണ്ട്. അപ്പോൾ ഈ ബിഷപ്പിന് പേരെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ 2 3 അല്ലെങ്കിൽ 4 സെന്റ് വസ്തുവോ കൊടുത്ത് ഈ പ്രശ്നം അവിടെ പരിഹരിക്കാമെന്ന്. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ല. അദ്ദേഹം ആ ഇരിക്കുന്ന ഒരു പൊസിഷനനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബിഷപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ രേണു പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയാനും രേണുവിന്റെ കാര്യങ്ങൾ യൂട്യൂബർമാരെ വിളിച്ചു പറയാനും നിൽക്കുന്ന ഒരാളാണെന്ന് ബിഷപ്പിന്റെ നമ്മൾ ഇതുവരെയും കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒന്നും നമുക്ക് ബിഷപ്പിനെ മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കർമ്മപാതയിൽ അവിടെയുള്ള SNDPയുടെ ഒരു അമ്പലത്തിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. അവിടെ കെട്ടിടങ്ങൾ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും നാടിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം പിന്നെ ഈ ബിഗ് ബോസിലേക്ക് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ടെങ്കിലും കിട്ടാൻ വേണ്ടി ഇനിയെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയുകയോ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പോകുമ്പോഴും ഇങ്ങനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൾക്കാർക്ക് കൊടുത്തിട്ട് വീണ്ടും നന്ദികേടിന്റെ പ്രതീകമായിട്ടാണ് വീണ്ടും രേണു ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ രേണുവിനെ കുറിച്ചുള്ള കണ്ടന്റുകൾ നിർത്താമെന്ന് കരുതിയപ്പോഴാണ് രേണു ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. രേണു ബിഗ് ബോസിൽ ഉണ്ടായെന്ന് ഒരു 90% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പറയാൻ പറ്റത്തില്ല. ഏതായാലും കൂടുതൽ വീഡിയോകൾ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചും രേണുവിനെ കുറിച്ചും ഒക്കെ ചെയ്യേണ്ടി വരും. ബിഗ് ബോസിലേക്ക് നമ്മൾ ഒരാൾ കയറുമ്പോൾ അയാളുടെ പുറത്ത് കാണുന്ന സ്വഭാവമല്ല ബിഗ് ബോസിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ അത്രയും ദിവസം ഫോണും ബന്ധുക്കളും ആരും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുമ്പോൾ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ റിയൽ സ്വഭാവം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാര്യമാണ്. ബിഗ് ബോസിനുള്ളിൽ കയറി കഴിയുമ്പോൾ രേണുവിന്റെ സ്വഭാവം പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവമാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് തീർച്ചയായും രേണുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായും അതിനുള്ള റിവ്യൂസും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ രേണുവിന്റെ സ്വഭാവ സവിശേഷതകളും മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി പുതിയ വീഡിയോകളുമായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.